എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ പ്രശ്നം? ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് ഫ്ലാഷ് ബാക്ക്. അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. എന്ത് അബദ്ധമാണോ തായി പറയുന്നത്? ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. ആരും ചിരിച്ചില്ല മാവാ, ചമ്മിപ്പോയി. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ല എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമാണിക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിൽ. സകല മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട്. ഓക്കെ, അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാ ചെമ്പെന്നും പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക, ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. ആത്മവിശ്വാസം അമൃതാണ്, പക്ഷെ അധികമാവരുത്. വാവിട്ട വാക്കും പുകച്ചുവിട്ട ജോയിന്റും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. അത് ശരിയാ. എന്തെങ്കിലും വായിന്ന് പോയി കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലോട്ടാണ് ഇട്ട് തരുന്നതെങ്കിൽ ആൾക്കാരെടുത്ത് പൊങ്കാലയിടും. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. മുക്കാച്ചെമ്പ് ബിരിയാണിയും കഴിച്ചു ആ ഒരു കച്ചവടം അങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുന്നു. അന്തസ് വേണോടാ, അന്തസ്. കല്യാണം ഉറപ്പിച്ചു എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നതിന് പകരം പുള്ളി കുറച്ചും കൂടെ ഒന്ന് ഫണ്ണി ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. മുക്കാച്ചെമ്പ് ബിരിയാണി പെണ്ണുകെട്ടുകാർ വന്ന് എന്റെ വീട്ടിൽ വന്ന് വെട്ടി വിഴുങ്ങിയിട്ട് അവര് കച്ചവടം ഉറപ്പിച്ചിട്ട് പോയി. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില. സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള സീരിയസോടെ ആളുകൾ അതിനെ എടുക്കും. ആളുകൾ അത് എടുത്തു. കമന്റ് ബോക്സിൽ കാണാനുണ്ട്, 1-2 കമന്റ് ഞാൻ വായിക്കാം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കല്യാണം കച്ചവടമെന്നോ? സംസ്കാരം. നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്നതായിരുന്നു, ആസ്വദിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ആകെ മാറിയതുപോലെ. ഒരു ചെമ്പ് ബിരിയാണി, ഒരു ചൊല്ലുണ്ട്, അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കും. മാന്യമായി സംസാരിക്കൂ. ബന്ധു വീട്ടുകാരെ കുറിച്ച് അവർ വന്ന് കഴിച്ച ബിരിയാണിയുടെ കണക്ക് പറഞ്ഞ് അവരെ അപമാനിക്കല്ലേ മോനെ. 2400 പേരാണ് ആ ഒരു കമന്റ് ലൈക്ക് ചെയ്തേക്കുന്നത്. അത് പറ്റിപ്പോയി, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. ജോക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, എക്സ്പെഷ്യലി അറ്റ് ദിസ് സ്റ്റേജ്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരം ഉണ്ടാകില്ലെന്ന് മനസ്സിലായി. കുറച്ച് മെച്യൂരിറ്റി ഇനിയെങ്കിലും എച്ചിത്തരം വിളിച്ച് പറയല്ലേ. ആ പെണ്ണ് വീട്ടുകാർ ഡീസന്റ് ആണ്. നല്ല പെൺകുട്ടി ഈ ചെക്കന് ശരിയല്ല. കച്ചവടം ഉറപ്പിച്ചു, വീട്ടുകാർ ഒരു ചെമ്പ് ബിരിയാണി കഴിച്ചു. ക്യാഷ് ഉണ്ടാക്കിയ പോലെ സംസ്കാരം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ഒരാളായിട്ട് ചുമ്മാ പിന്നെ അല്ലാതെ ഞാൻ അങ്ങനത്തെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടി എടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. ദയ മുഖത്തുണ്ട്, മനസ്സിലില്ല. ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. സംസ്കാര ശൂന്യത ഇല്ലായ്മ കാണിക്കരുത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.